സൂചിപ്പാറ താഴെയുള്ള ഈ സൺറൈസ് വാലിയിലാണ് അവർ പരിശോധന നടത്തുന്നത്. അവിടെ ചെങ്കുത്തായ സ്ഥലമാണ്, അവിടെ ഇറങ്ങി പരിശോധിക്കുക പ്രയാസമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി അവിടെ പരിശോധന നടത്തിയ ഒരു സുഹൃത്ത്, സന്നദ്ധ പ്രവർത്തകൻ ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് ഈ പറഞ്ഞ സൺറൈസ് വാലിക്ക് സമീപത്ത്, സൺറൈസ് വാലിന് താഴെ, അതായത് ആനടിക്കാപ്പ് വഴി താഴേക്ക് ഇറങ്ങിയിട്ട് എന്തായിരുന്നു ബാലന്തണ്ട് വഴി കോളനി, ബാലന്തണ്ട് കോളനീൻ്റെ താഴെ ഇറങ്ങിയിട്ട് എത്രത്തോളം പ്രയാസകരമാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ? അവിടെ ഒരു 3-4 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി പോകണം. താഴേക്ക് ഇറങ്ങണം, ചെങ്കുത്തായ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഇറങ്ങിപ്പോയി തെരച്ചിലത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു കാലുണ്ടായിരുന്നു, വളരെ ബോഡി വളരെ പുഴയൊക്കെ അരിച്ച് അത്ര ഒരു അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്ക് അവിടുത്തെ ബോഡി പാർട്സ് കിട്ടിയിരുന്നു? ബോഡി പാർട്സ് കിട്ടിയിരുന്നു, കൈ കിട്ടിയിരുന്നു. അപ്പോൾ സാർ കാട്ടിയതല്ലേ. പിന്നെ പിന്നെ നിങ്ങൾ പിന്നെ അങ്ങനെ കിട്ടിയ സമയത്ത് സൈന്യം എയർലിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അവർ എയർലിഫ്റ്റ് മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ അത്രമാത്രം വെയിറ്റ് ഉണ്ടായതുകൊണ്ട്, വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ബോഡി എയർലിഫ്റ്റ് ചെയ്തു. അവിടെയാണ് ഇന്ന് വീണ്ടും പ്രത്യേക സംഘം ഇന്ന് ഹെലികോപ്റ്ററിൽ പോയി പരിശോധന നടത്തുന്നത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ പുഴയിലെ വെള്ളം ചുരുങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ബോഡി കിട്ടാൻ സാധ്യതയുണ്ട്. അവിടുത്തെ തെരച്ചിലിന് ഇനിയൊരു മാറ്റം വരുത്തണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘമായി പോയി അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തിരയണം. നമുക്കിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം വേണം അവിടെ എത്താൻ. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ നമുക്ക് തിരയാൻ സമയം കിട്ടുന്നുള്ളൂ. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ തിരയാൻ സമയം കിട്ടും. അതിനുശേഷം നമ്മൾ എയർലിഫ്റ്റ് വിളിച്ചു വരുത്തിയിട്ട് മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ കാൽനടയായിട്ട് അവിടെ പോയി നിങ്ങൾ തെരച്ചിൽ നടത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ തിരയാൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ടും അതേപോലെ 3-3.5-4 മണിക്കൂർ ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ അതുകൊണ്ട് തിരയാൻ അവിടെ സമയം കിട്ടുന്നില്ല. സംഘം അവിടെ സ്റ്റേ ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. ഇന്ന് അവിടേക്ക് ഹെലികോപ്റ്റർ തന്നെ തെരച്ചിൽ സംഘം പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. അവിടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈച്ചൊക്കെ ഇങ്ങനെ വരുന്ന അടിയുന്ന ദിവസമുണ്ട്. അവിടെ വെറുതെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫുൾ ബോഡി തന്നെ കിട്ടാനും സാധ്യതയുണ്ട് അങ്ങോട്ടുള്ളത്. അതായത് സൂചിപ്പാറ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള 13 കിലോമീറ്റർ ദൂരത്തിൽ എവിടെയും 2 ഭാഗം, ഒരു മറുഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം പുഴ മുറിച്ച് അങ്ങോട്ട് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തെ കാര്യം മാത്രമേ പറയുന്നത്. സൺറൈസ് വാലിയുടെ സമീപത്തുള്ള കാര്യം പറയുന്നത്. അതെ. സൺറൈസ് ഇവിടെ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾ മുതൽ അവിടെ മുതൽ ചാലിയാർ വരെയുള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ പുഴയുടെ കഴിഞ്ഞ ദിവസം പോയത് സൺറൈസ് വാലിയുടെ സമീപത്ത് കൂടി പോയി. 2 വശവും നോക്കണം. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വശത്തെ സാധ്യമായിട്ടുള്ളൂ. പുഴ ക്രോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വലതുവശത്തേക്കും കൂടി പിന്നെ നോക്കുമ്പോഴേക്കും അവിടെയും ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. അതിനാണ് ഞങ്ങൾ ഈ പറയുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും അവിടെ പോകുമ്പോൾ ഡോക്ടർ കെയർ അടക്കമുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റേ ചെയ്യുക. അവിടെ സ്റ്റേ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് എയർലിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായി കിട്ടും. ഇത്രയും ടൈം എടുക്കേണ്ടി വരില്ല. ഫസ്റ്റ് ഡേ ഇവർ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന് ഏറ്റിക്കൊണ്ട് വരേണ്ടി വന്നു. അത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീടാണ് ആ സംവിധാനം മാറ്റി മിനിസ്റ്ററൊക്കെ ഇടപെട്ടിട്ട് എയർലിഫ്റ്റ് സംവിധാനമായത്. ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്ത് ബോഡി എത്തിക്കുക ഏറ്റവും ചുരുങ്ങിയ ഒരു 10 മണിക്കൂറെങ്കിലും മുകളിലോട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റും കാര്യങ്ങളായിട്ട് അത് അത്രയും ഏറ്റൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇനി അവിടെ ഒരു കോളനി ഉണ്ട്, പരപ്പൻപാറ കോളനി എന്ന് പറയുന്നത്. അവിടുത്തെ ട്രൈബിനെയും കൂടി കൂട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഏരിയ അറിയും. നമ്മൾ പുഴയുടെ അക്കരയ്ക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് ഇതുവരെ പുഴയുടെ അക്കരയ്ക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതും കൂടി നമ്മൾ ഈ ട്രൈബൽസിനൊക്കെ ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് അവിടുന്ന് ബോഡി കണ്ടെടുക്കാൻ കഴിയും തന്നെയാണ്. മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് അക്കരെ കിടക്കാൻ നോക്കിയാൽ മരം വെള്ളത്തിലൂടെ ഒഴുകി പോയിട്ട് ഞങ്ങൾ ലാസ്റ്റ് അതിന് പിന്മാറുക ചെയ്ത് നടത്തി നോക്കിയിരുന്നു. വലിയൊരു മരം മുറിച്ചിട്ട്, പക്ഷെ ആ മരം വെള്ളത്തിൽ കൂടെ പോയി. പിന്നെ ഞങ്ങൾക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ അഥവാ കടന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുണ്ടാവും. കാരണം നമുക്കിപ്പോൾ മിസ്സിംഗ് ലിസ്റ്റ് തന്നെ 200 ചിൽഡ്രൻ പലതും ഒന്നും കിട്ടാത്തതുണ്ട്. അപ്പോൾ 100% സാധ്യത അവിടെ തന്നെയാണ്. നമ്മളെ അനുമാനം അതാണ്. 12 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ. കാരണം ഇവിടെയുള്ള ഒരു വിധത്തിലുള്ള എല്ലാ സ്ഥലത്തും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഡോഗ് സ്ക്വാഡ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ആ സംവിധാനം വരുന്നില്ല. അവിടത്തേക്ക് ഡോഗ് സ്ക്വാഡിനെ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അവിടെ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ ഒരു 12 പേരടങ്ങുന്ന സംഘം പോകുന്നുണ്ട്. 2 വനം വകുപ്പ്, മറ്റേ NDRF ടീം പോകുന്നുണ്ട്, സൈന്യമൊക്കെ. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന പര്യാപ്തമാണ്. അതിന് ഇതിലും കൂടി ഇവരെ കൂടി ഡോഗും കൂടി ഉൾപ്പെടുത്തിയാൽ എളുപ്പം നടക്കും. ഡോഗിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വേഗം പറ്റും. പിന്നെ അവിടുത്തെ ട്രൈബിൻ്റെ ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തുക. അവർക്ക് അതിൻ്റെ പുഴയുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ കുറച്ച് ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതലും കണ്ടെത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്.